മറ്റു വാർത്തയിലേക്ക് സ്വതന്ത്ര പലസ്തീൻ എന്ന നിലപാടിന് പിന്തുണ വർദ്ധിക്കുന്നതിനിടെ ഐക്യരാഷ്ട്രസഭയുടെ 80ാം വാർഷിക യോഗം ഇന്ന്. സ്വതന്ത്ര പലസ്തീൻ എന്ന നിലപാടിൽ ബ്രിട്ടൻ, കാനഡ, ഓസ്ട്രേലിയ, പോർച്ചുഗൽ എന്നീ രാജ്യങ്ങളുടെ നിലപാടിനൊപ്പം ഫ്രാൻസും അണിചേരുകയാണ്. ഫ്രാൻസിലെ 80 നഗരങ്ങളിൽ സർക്കാർ നിർദ്ദേശങ്ങൾ ലംഘിച്ച് പലസ്തീൻ പതാക ഉയർത്തി. ഫോറിൻ ട്രാവൽ അഡ്വൈസിൽ UK പലസ്തീനെ ഉൾപ്പെടുത്തി. ഇറ്റലിയിലെ മിലാനിൽ പലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം സംഘർഷത്തിൽ കലാശിച്ചു. I have a clear message for those leaders who recognize a Palestinian state after the horrific massacre on October 7. You are giving a huge reward to terrorism. And I have another message for you. It will not happen. A Palestinian state will not be established west of the Jordan River. For years, I've prevented the establishment of this terrorist state, despite tremendous pressure both domestically and internationally. We did this with determination, and we did it with diplomatic wisdom. Moreover, we doubled Jewish settlement in Judea and Samaria, and we will continue on this path. അതേസമയം യുദ്ധലക്ഷ്യങ്ങൾ നേടിയെടുക്കും വരെ പിന്നോട്ടില്ലെന്ന നിലപാട് കടുപ്പിക്കുകയാണ് ബെഞ്ചമിൻ നെതന്യാഹു. ഇതിനിടെ ഹമാസിനെ തള്ളി പലസ്തീൻ അതോറിറ്റി രംഗത്തെത്തി. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ന് UN സഭയിൽ സംസാരിക്കും. വിദേശകാര്യമന്ത്രി S. ജയശങ്കർ പങ്കെടുക്കും. വിവരങ്ങളുമായി അഭിലാഷ് രാധാകൃഷ്ണൻ ചേരുന്നു. അഭിലാഷ്, ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇന്ന് വന്നത് ഹമാസിനെതിരെ പലസ്തീൻ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് രംഗത്തെത്തിയതാണ്. ഇതുവരെ നമ്മൾ കാണാത്തൊരു കാഴ്ചയാണ്. ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് അദ്ദേഹം പറയുമ്പോൾ പലസ്തീൻ ഒരു രാജ്യമായി പ്രഖ്യാപിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹമാസിന് ഇവിടെ വലിയൊരു പിന്തുണ, ഹമാസിന് ഇവിടെ വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണോ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഇതിന്റെ ഒരു പ്രതിഫലനം അതെന്തായിരിക്കും? ഭവ്യ, ഇന്ന് ഗാസയെ സംബന്ധിച്ച്, പലസ്തീനെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ദിവസമാണ്. അതായത് UN-ൽ 140-ലധികം രാജ്യങ്ങൾ ഇന്ന് പലസ്തീനെ ഒരു സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UN-ൽ സംസാരിക്കും. അതുപോലെ അമേരിക്കയും ഇസ്രായേലും അർജന്റീനയും അടങ്ങുന്ന 10 രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കരുത് എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് UN-ൽ സംസാരിക്കും. അങ്ങനെ UN-ൽ പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കണമെന്നും പലസ്തീനെ സ്വതന്ത്ര രാജ്യമാക്കരുതെന്നും പറഞ്ഞുകൊണ്ടുള്ള 2 പക്ഷങ്ങൾ ഇന്ന് UN-ൽ സംസാരിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസിന്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം ന്യൂയോർക്കിൽ വന്നിരിക്കുന്നത്. അതായത് പലസ്തീൻ സ്വതന്ത്ര രാജ്യമാകാൻ സാധ്യതയുണ്ടെന്ന് ഒരു സാഹചര്യം വരുമ്പോഴാണ് ഹമാസിനെ പരസ്യമായി തള്ളിക്കൊണ്ട് പലസ്തീൻ അതോറിറ്റിയുടെ പ്രസിഡന്റ് തന്നെ രംഗത്തെത്തിയിരിക്കുന്നത്. പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് പറയുന്നത് എങ്ങനെയാണ്: ഹമാസ് നിരായുധീകരിക്കണം, ഹമാസ് പലസ്തീൻ അതോറിറ്റിക്ക് മുന്നിൽ കീഴടങ്ങണം, ഗാസയുടെ ഗവേണിങ്ങിന്, ഗാസയുടെ ഭരണത്തിൽ ഹമാസിന് ഒന്നും തന്നെ ചെയ്യാനില്ല, അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഹമാസ് നിരായുധീകരിച്ച് കീഴടങ്ങി പലസ്തീൻ ജനതയ്ക്ക് സ്വാതന്ത്ര്യം നൽകുന്ന കാര്യത്തിൽ ഏർപ്പെടണം എന്നുള്ളതാണ് മഹ്മൂദ് അബ്ബാസ് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ നമുക്കറിയാം, ഫ്രാൻസ്, ഇംഗ്ലണ്ട്, കാനഡ, ഓസ്ട്രേലിയ തുടങ്ങി വിവിധ രാജ്യങ്ങൾ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി കഴിഞ്ഞ ദിവസം അംഗീകരിച്ചിരുന്നു. അതൊരു പ്രധാനപ്പെട്ട നീക്കമാണ് പലസ്തീൻ്റെ സ്വതന്ത്രവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഈ ആവശ്യം അംഗീകരിക്കുന്ന രാജ്യങ്ങൾ, പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ച രാജ്യങ്ങൾക്ക് ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നുള്ളൂ. അതായത് ഹമാസ് കീഴടങ്ങണം, ഹമാസ് ആയുധം താഴെ വയ്ക്കണം, ഇസ്രായേലിൽ നിന്ന് പിടിച്ച ബന്ദികളെ തിരിച്ചയക്കണം. ഇത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഈ രാജ്യങ്ങൾ ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കൂടിയാണ് പലസ്തീൻ അതോറിറ്റിയും ഹമാസിനെ പരസ്യമായി തള്ളി രംഗത്തെത്തുന്നത്. ഇതിൻ്റെ പിന്നിലൊരു രാഷ്ട്രീയമുണ്ടെന്ന് കൂടി വേണം നമുക്ക് കാണാൻ. കാരണം ഒരുപക്ഷെ സ്വതന്ത്ര രാജ്യമായി പലസ്തീൻ പ്രഖ്യാപിക്കപ്പെട്ടാൽ, UN അതങ്ങനെ പ്രഖ്യാപിച്ചാൽ, അടുത്ത് വരാൻ പോകുന്ന അവിടെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പിൽ അവിടെ പലസ്തീൻ്റെ അധികാരത്തിൽ ആരെത്തും, പലസ്തീൻ്റെ ആദ്യത്തെ പ്രസിഡന്റായിട്ട് ആരെത്തും എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ചോദ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അവിടുത്തെ തെരഞ്ഞെടുപ്പിൽ ആര് മത്സരിക്കും, ആര് ജയിക്കുമെന്നുള്ളൊരു കാര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ ഹമാസ് എന്ന് പറയുന്ന ഒരു പ്രതിയോഗിയെ അവിടുന്ന് ഒഴിവാക്കാൻ സാധിച്ചാൽ പിന്നെ വേറൊരു ചോദ്യമില്ല. അവിടെ പലസ്തീൻ അതോറിറ്റി തന്നെയായിരിക്കും പലസ്തീൻ്റെ
അധികാരത്തിലെത്തുക, അവിടെ ഭരിക്കാൻ പോകുന്നത് അതോറിറ്റി തന്നെയായിരിക്കും. ഈ ഒരു നീക്കം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ്, ഈ ഒരു ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ പലസ്തീൻ അതോറിറ്റിയുടെ ഭാഗത്ത് നിന്ന് ഇത്തരത്തിൽ ഹമാസിനെ തള്ളിക്കൊണ്ടുള്ള ഒരു നീക്കം എത്തിയിരിക്കുന്നത്. ഇതിനിപ്പോൾ സ്വാഭാവികമായും ഹമാസിനെ പിന്തുണയ്ക്കുന്ന ആളുകളാണ് പലസ്തീനിൽ കൂടുതലെങ്കിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സ്വാതന്ത്ര്യമാണ് അവരുടെ മുന്നിൽ ഏറ്റവും വലുതെന്നുള്ള ഒരു സാഹചര്യത്തിൽ, കാരണം അത്രയും വലിയ കഷ്ടതകളിലൂടെ, അത്രയും വലിയ ക്രൂരതകളിലൂടെയാണ് ഗാസയിലെ ജനങ്ങൾ കടന്നു പോകുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അവർക്ക് സ്വാതന്ത്ര്യവും ഭക്ഷണം, കിടക്കാനൊരു ഷെൽട്ടർ ഏത് ആവശ്യമായിട്ടിരിക്കെ അതിനെ സഹായിക്കുന്ന രാജ്യങ്ങൾ നിലപാടെടുക്കുമ്പോൾ ആ രാജ്യങ്ങളുടെ നിലപാടിനൊപ്പമേ ഗാസയിലെ ജനങ്ങൾ നിൽക്കൂ എന്നുള്ള ഒരു കാര്യം മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് പലസ്തീൻ അതോറിറ്റി അവരുടെ രാഷ്ട്രീയമായ നീക്കങ്ങളിലേക്ക് കടക്കുന്നത്. എന്തായാലും ഇന്നത്തെ ദിവസം ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളിൽ ഒന്ന് തന്നെയാണ് പലസ്തീൻ അതോറിറ്റി ഹമാസിനെ തള്ളി രംഗത്തെത്തി എന്നുള്ളത്. ഭവ്യ. തീർച്ചയായും അഭിലാഷ്, അതോടൊപ്പം തന്നെ നമ്മൾ ഇന്ന് നടക്കുന്ന പ്രധാനമായ നിർണായക യോഗത്തെക്കുറിച്ച് സംസാരിച്ചു. അതിൽ ഇന്ത്യയുടെ നിലപാട് അതെന്തായിരിക്കും? സമാധാനം പുലരണം എന്ന നിലപാട് തന്നെയല്ലേ അവിടെയും ഇന്ത്യ സ്വീകരിക്കാനുള്ള സാധ്യത ഏറെ ഉള്ളത്? ഭവ്യ, ഇതുവരെ ഇന്ത്യ ഇതിലൊരു നിഷ്പക്ഷമായ നിലപാട്, അതായത് ഇസ്രായേലിനോട് ഒപ്പം നിന്നുകൊണ്ട് അതേസമയം തന്നെ പലസ്തീനിൽ ആക്രമണം ഉണ്ടാവരുത്, സമാധാനം ഉണ്ടാവണം എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ ഇതുവരെയും എടുത്തിരുന്നത്. എന്നാൽ കഴിഞ്ഞ ദിവസം UN-ൽ ഇന്ത്യ എടുത്ത നിലപാട് പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല, സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നതിൽ കുഴപ്പമില്ല എന്നുള്ളൊരു നിലപാടാണ് ഇന്ത്യ എടുത്തത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും നിലപാടിന് എതിരായിട്ടുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ UN പൊതുസഭയിലും ഇന്ത്യയുടെ നിലപാട് അത് തന്നെയായിരിക്കും. അതായത് UK-യും ബ്രിട്ടനും ഫ്രാൻസും ഇറ്റലിയും എടുക്കുന്ന അതേ നിലപാട് തന്നെയായിരിക്കും ഇന്ത്യയും എടുക്കുന്നത്. അത് ഒരുപക്ഷെ ഇപ്പം നമുക്കറിയാം, അമേരിക്കയും ഇന്ത്യയും തമ്മിലുള്ള ഒരു ബന്ധം കുറച്ചു കാലമായി അത്ര നല്ല രീതിയിലല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ അമേരിക്കയ്ക്ക് എതിരായിട്ടുള്ള, അമേരിക്കയുടെ താല്പര്യത്തിന് വിരുദ്ധമായ ഒരു നിലപാടാണ് ഇസ്രായേലിൻ്റെ കാര്യത്തിൽ അല്ലെങ്കിൽ പലസ്തീൻ്റെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ചിരിക്കുന്നത്. ആ ഒരു നിലപാടുമായി UN-ൽ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇന്ത്യയുടെ തീരുമാനം. അതുമായി ബന്ധപ്പെട്ട് UK എടുത്ത സ്വതന്ത്ര രാജ്യമായി അംഗീകരിക്കുന്നു എന്നുള്ള നിലപാടിനെ പിന്തുണച്ച് ഇന്ത്യ ഇതുവരെ പലസ്തീനെ സ്വതന്ത്ര രാജ്യമായി അംഗീകരിച്ചിട്ടില്ല, പക്ഷേ അംഗീകരിക്കുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല എന്നുള്ള നിലപാടാണ് ഇന്ത്യ എടുത്തിരിക്കുന്നത്. ഇറ്റലിയുടെ അതേ നിലപാടാണ് ഇന്ത്യയും സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയിലടക്കം ഇപ്പോൾ ഇന്ദിരാഗാന്ധി സർക്കാരിൻ്റെ കാലം മുതൽ തന്നെ പലസ്തീൻ അനുകൂലമായ നിലപാടുകളാണ് ഇന്ത്യ സ്വീകരിച്ചു വന്നത്. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ എത്തിയതിനു ശേഷമാണ് ഇസ്രായേലും ഇന്ത്യയുമായിട്ടുള്ളൊരു ബന്ധം കൂടുതൽ ഊഷ്മളമായി മാറിയത്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോൾ 10 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഇന്ത്യയും അമേരിക്കയുമായിട്ടുള്ള ഒരു നിലപാട് മാറുന്നു. അതുപോലെ ഗാസയിൽ വലിയ വംശഹത്യ നടക്കുന്നു എന്നുള്ള UN-ന്റെ പ്രസ്താവന വരുന്നു. ഈ ഒരു സാഹചര്യത്തിലാണ് ഇന്ത്യ തങ്ങളുടെ നിലപാട് കുറച്ചുകൂടി പലസ്തീൻ അനുകൂലമായൊരു രീതിയിലേക്ക് എടുക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് ഇന്ന് ന്യൂയോർക്കിൽ നടക്കുന്ന UN പൊതുസഭയിൽ ഇന്ത്യ പലസ്തീൻ അനുകൂലമായൊരു നിലപാട് തന്നെയായിരിക്കും സ്വീകരിക്കുക. ഭവ്യ, അവിടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നിലപാട് വളരെ ശ്രദ്ധേയമാകും അല്ലേ? അതെ, കാരണം ഇന്നത്തെ അമേരിക്കയുടെ നിലപാട് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രണ്ടാമത് അമേരിക്കൻ പ്രസിഡന്റായി അധികാരം ഏറ്റെടുത്തതിന് ശേഷം ഇന്ന് ആദ്യമായാണ് UN പൊതുസഭയിൽ സംസാരിക്കാൻ പോകുന്നത്. ഇന്നത്തെ ദിവസം ട്രംപിന് മൂന്ന് പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ഇതേപോലെ ഗാസയും ഇസ്രായേലും തമ്മിലുള്ള ഇസ്രായേൽ ഗാസയിലേക്ക് നടത്തുന്ന വലിയ ആക്രമണം, വംശഹത്യയെക്കുറിച്ച് സംസാരിക്കാനുണ്ട്. അതിൽ ഇസ്രായേലിന് അനുകൂലമായൊരു നിലപാടായിരിക്കും അമേരിക്ക എടുക്കുക, ഡൊണാൾഡ് ട്രംപ് എടുക്കുക. അതുപോലെ യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ യുക്രൈൻ അനുകൂലമായിട്ടുള്ള, റഷ്യക്കെതിരായിട്ടുള്ള ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. അതുപോലെ തന്നെ താരിഫ് യുദ്ധം, അതുപോലെ H-1B വിസ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിൽ സ്വജനപക്ഷപരമായ അല്ലെങ്കിൽ ദേശീയപരമായിട്ടുള്ള കാര്യങ്ങളിൽ ഊന്നി നിൽക്കുന്ന മറ്റു രാജ്യങ്ങളുമായിട്ടുള്ള നയതന്ത്ര ബന്ധം ഉലയ്ക്കുന്ന രീതിയിലുള്ള നിലപാടുകൾ എടുക്കുന്ന അമേരിക്കയ്ക്കെതിരെ മറ്റു രാജ്യങ്ങൾ, ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങൾ സംസാരിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഡൊണാൾഡ് ട്രംപ് ഇന്ന് സംസാരിക്കേണ്ടത് പ്രധാനമായും 3 കാര്യങ്ങളാണ്. ഇത് ഡൊണാൾഡ് ട്രംപിന്റെ പ്രസംഗം ഇന്ന് ലോകം മുഴുവൻ ഉറ്റുനോക്കുന്ന ഒരു കാര്യം കൂടിയാണ്. കാരണം ഇന്ത്യയെ അടക്കം ബാധിക്കുന്ന കാര്യങ്ങളിൽ ഒരുപക്ഷെ ഇന്ന് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചേക്കും. താരിഫ് യുദ്ധവുമായി ബന്ധപ്പെട്ടും H-1B വിസ അടക്കമുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും. അതോടൊപ്പം തന്നെ നമ്മൾ ഏറ്റവും പ്രധാനമായി പറയുന്ന മറ്റൊരു കാര്യം, ഈ ഹമാസിനെ തള്ളി പലസ്തീൻ അതോറിറ്റി രംഗത്ത് വന്നത് തന്നെയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇതുവരെ സംഭവിക്കാത്തൊരു കാര്യം. അപ്പോൾ ഈ വിഷയത്തിൽ ഹമാസിന്റെ ഒരു പ്രതികരണം വന്നിട്ടുണ്ടോ? ഇനിയുള്ള അതിന്റെ പ്രത്യാഘാതം എന്തായിരിക്കും? ഇത്തരത്തിലൊരു ഉറച്ച നിലപാട് പലസ്തീൻ അതോറിറ്റി എടുത്തതുകൊണ്ട് ഇനിയുള്ള അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എന്തായിരിക്കും? ഗാസയിലുള്ള ഹമാസിന്റെ ഒരു മുന്നോട്ട് പോക്ക് അതെങ്ങനെയായിരിക്കും എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അഭിലാഷ്.
ഭവ്യ 1987 ഹമാസ് രൂപീകരിക്കുന്നത്. അവർ രൂപീകരിക്കാനുള്ള കാരണം തന്നെ പലസ്തീൻ അതോറിറ്റി ഇസ്രായേലുമായി ചേർന്ന് നിൽക്കുന്നു, പലസ്തീൻ അനുകൂലമായിട്ടൊരു നിലപാടല്ല പലസ്തീൻ അതോറിറ്റി എടുക്കുന്നത് എന്നുള്ളൊരു ആരോപണത്തിൻ്റെ പുറത്താണ് അന്ന് ഹമാസ് തന്നെ പലസ്തീനിൽ രൂപപ്പെടുന്നത്, ഗാസയിൽ രൂപപ്പെടുന്നത്. അതുമായി ബന്ധപ്പെട്ട് അതിന് 2004, 2007 കാലഘട്ടത്തിൽ ഈ പലസ്തീൻ അതോറിറ്റിയും ഹമാസൊക്കെ ആയിട്ട് പരസ്പരം പല രീതിയിലുള്ള ആഭ്യന്തര സംഘർഷങ്ങളൊക്കെ ഉണ്ടായിരുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതിനുശേഷം ഇസ്രായേലുമായിട്ടുള്ള ഒരു സംഘർഷം കനത്തതോടെയാണ് ഇരുവരും ഒരുമിച്ച് പ്രവർത്തിക്കുന്നതും അല്ലെങ്കിൽ പരസ്പരം പഴിചാരാതെയുള്ള ഒരു പ്രവർത്തനം നടക്കുന്നത്. എന്നാൽ ഇപ്പോൾ വീണ്ടും രാജ്യം സ്വാതന്ത്ര്യം ലഭിക്കുമെന്നുള്ളൊരു സാഹചര്യം, ഒരു പക്ഷേ സ്വാതന്ത്ര്യത്തിലേക്ക് കടക്കുമെന്നുള്ളൊരു സാഹചര്യം എത്തുന്ന ഒരു അവസരത്തിലാണ് ഇപ്പോൾ പലസ്തീൻ അതോറിറ്റി ഹമാസിന് തള്ളിരംഗത്തെത്തിയിരിക്കുന്നത്. ഈ ഒരു സാഹചര്യത്തിൽ ഇതുവരെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായ ഒരു പ്രതികരണം തന്നെ വരും മണിക്കൂറുകളിൽ ഉണ്ടായേക്കാം. കാരണം ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും കഴിഞ്ഞ 2 വർഷമായി ഗാസയെ പ്രതിരോധിക്കാൻ ഈ ഹമാസിൻ്റെ ഭാഗത്തു നിന്ന് വലിയ നീക്കങ്ങളാണ് ഉണ്ടാകുന്നത്. നയതന്ത്ര തലത്തിൽ ഒരുപക്ഷെ പലസ്തീനിയൻ അതോറിറ്റി തങ്ങൾ ഒരു തീവ്രവാദ നിലപാടുള്ളവരല്ല എന്ന് കണ്ട് മറ്റ് ലോകരാജ്യങ്ങളിൽ പ്രീതി നേടിയെടുക്കാൻ ശ്രമിക്കുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ തങ്ങൾക്കൊന്നും ഇതിലൊന്നും ചെയ്യാനില്ല, തങ്ങളല്ല ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്നത് ഹമാസ് ആണെന്ന് പറഞ്ഞ് പഴിചാരി കൈ കഴുകാനായിരുന്നു പലസ്തീൻ അതോറിറ്റി ശ്രമിച്ചുകൊണ്ടിരുന്നത്. ആ സമയത്താണ് ഹമാസ് വലിയ രീതിയിലുള്ള ആക്രമണം ഇസ്രായേലിലേക്ക് നടത്തുന്നതും തിരിച്ച് ആക്രമണത്തിൽ ഏറെക്കുറെ തകരാറായ ഒരു തകർന്ന നിലയിലേക്ക് ഹമാസ് എത്തുന്നതും. ഈ ഒരു സാഹചര്യത്തിൽ ഹമാസിൻ്റെ ഏറ്റവും വലിയ ആവശ്യമെന്ന് പറയുന്നത് പലസ്തീന് സ്വാതന്ത്ര്യത്തിലേക്ക് എത്തുക എന്നുള്ളതാണ്. ആ ഒരു ആവശ്യത്തിലേക്ക് എത്തുന്ന സമയത്താണ് ഹമാസിനെ തള്ളി നിലപാടെടുക്കാനായിട്ട് പലസ്തീൻ അതോറിറ്റി നിർബന്ധമാകുന്നത്, അല്ലെങ്കിൽ പലസ്തീൻ അതോറിറ്റിയുടെ രാഷ്ട്രീയം നിർബന്ധിക്കുന്നത്. ഇപ്പോൾ അവിടുത്തെ പലസ്തീനിലെ ജനത എന്ത് നിലപാടെടുക്കും എന്നുള്ളതിൽ പ്രധാനപ്പെട്ട കാര്യമാണ്. പലസ്തീൻ്റെ ജനത ഹമാസിനൊപ്പം നിൽക്കുമോ, അല്ലെങ്കിൽ ഹമാസിനെ തള്ളി പലസ്തീൻ അതോറിറ്റിയെ തങ്ങളുടെ ഭരണത്തെ ഏൽപ്പിക്കുമോ എന്നുള്ള കാര്യത്തിൽ പലസ്തീൻ ജനതയാണ് ഇനി തീരുമാനിക്കേണ്ടത്. പക്ഷേ ഒരു സ്വതന്ത്ര രാജ്യമായാൽ, പക്ഷേ എന്തായാലും ഹമാസിൻ്റെ പ്രതികരണം വരും മണിക്കൂറിലുണ്ടാകും. അത് ഒരുപക്ഷെ പലസ്തീൻ അതോറിറ്റിക്ക് വിരുദ്ധമായി, പലസ്തീൻ അതോറിറ്റിക്ക് എതിരായിട്ടൊരു നിലപാടായിരിക്കും ഹമാസ് സ്വീകരിക്കുക എന്നാണ് നമുക്ക് വിലയിരുത്തേണ്ടത്. എന്തായാലും ഹമാസ് ആയുധം വെച്ച് കീഴടങ്ങണമെന്ന് മഹമ്മൂദ് അബ്ബാസ് പറയുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് അവിടെ വലിയ പ്രാധാന്യമുണ്ട്. ഇനി എന്ത് സംഭവിക്കുമെന്ന് കാത്തിരുന്ന് കാണാം. അഭിലാഷ് രാധാകൃഷ്ണനാണ് വിവരങ്ങൾ നൽകിയത്.